ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഒരു വീഡിയോ കാണാനിടയായി ഗൈസ്. ഷഫീന ബീവി ഷഫീനത്ത് എങ്ങനെ പറയാണ്, രേണുസുതി ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ അങ്ങനെ തുറന്നടിച്ച് പറയാതിരിക്കുന്നത്. രേണുസുതിക്ക് ആദ്യം കല്യാണം കഴിച്ച ചിങ്ങായി പാസ്റ്റ് പിന്നെ അവിടെ ഉണ്ടായിരുന്നു, ഒരു കല്യാണം കഴിച്ചു തന്നെയാണ്. പക്ഷെ അത് അംഗീകരിക്കണില്ല. ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടാണ് സത്യമായി പറയാതിരിക്കുന്നത്. ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ചെങ്ങായി വന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, എന്ത് നിങ്ങൾ ആ കല്യാണം കഴിച്ചത് നിയമപരമായിട്ട് കല്യാണം കഴിച്ചത് രേണുസുതി കൊല്ലസുധീനെയാണ് വയ്ക്കുമ്പോൾ രേണുസുതി പറയുന്നത് അതെ എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ല. അപ്പോൾ ആ ചോദ്യത്തിലൊരു കാര്യം എന്ന് വെച്ചാൽ നിയമപരം അല്ലാണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. നിയമപരമായിട്ട് ആ കല്യാണം കഴിച്ചത് കൊല്ലസുധീനെയാണ് പറയുമ്പോൾ, അപ്പോൾ ഇതിനു മുമ്പ് ലിവിങ് ടുഗദർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടോ? അല്ല, അത് ലിവിങ് ടുഗദറും ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല പറഞ്ഞു. അതെന്താണ് ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറയുന്ന ആളാണ്, ഇതിലെന്താ വ്യക്തത തരാത്തത്? വേറെ റിലേഷൻഷിപ്പുകൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ? അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഷഫീലത്ത പറയുന്നത്. ഞാൻ എൻ്റെ ഒരു വേർഷൻ കൂടെ പറയട്ടെ. നിങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിക്കണം, നിങ്ങൾക്ക് ഇതിനു മുമ്പ് എത്ര റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടൊന്ന് പറയുന്നൊക്കെ. നിങ്ങൾക്ക് രണ്ട് കുട്ടികളെ വീട്ടിൽ നോക്കാണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ രണ്ട് കുട്ടികളെ വീട്ടിൽ വിചാരിക്കുക, അച്ഛനമ്മയൊക്കെ ഉണ്ട് വിചാരിക്കുക. നിങ്ങൾ ഈ മറുപടി അച്ഛനമ്മ ഉണ്ടോ ഇല്ലേ എന്നല്ല അവിടെ കേട്ടെ, നിങ്ങൾ ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കണമെന്നുണ്ട്. ചോദ്യം അപ്പുറത്തുള്ള ആൾക്ക് ചോദിക്കുക, പക്ഷെ മറുപടി കൊടുക്കണം വേണ്ടി നമ്മളല്ലേ തീരുമാനിക്കുന്നത്. എന്ത് ഊള പരിപാടിയാണ് എന്ത്. പിന്നെ ആളുകൾ മൊത്തം മറ്റേ ഇത് പറഞ്ഞ മാതിരി കണ്ണൂരിൽ കാണിച്ചില്ലേ, കുറേ ചോദ്യങ്ങൾ വയ്ക്കുക പബ്ലിക്കായിട്ട്. അതിനിപ്പോൾ എന്തെന്ന് പറയുക, പബ്ലിക്കായിട്ട് സദാചാരക്കാർ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, അതിന് മറുപടി കൊടുക്കണം നിർബന്ധമാണ്. ഏത് കാലഘട്ടത്തിൽ പോകുമ്പോൾ ജീവിക്കണം? 2025. ഞാൻ ഷഫീനാത്താൻ്റെ കാര്യത്തിൽ പറഞ്ഞ പൊതുവേ ഇത് പറയുക. അതിലും എന്താ ബിച്ചു സ്റ്റോക്കോ ഏതാവൻ എത്ര ആധികാരികമായിട്ടാണ് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും പറയാതിരിക്കുന്നത്. ആണെങ്കിൽ ഇവിടെ ചെങ്ങായിമാർ അവർ ഒരു ഫാമിലിയായിട്ട് ജീവിക്കണതല്ലേ, ഓൾക്ക് ഓളുടെ രണ്ട് കുട്ടികളെ നോക്കണ്ടേ? കുട്ടികൾ അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടാവില്ല, അതിൽ അച്ഛൻ അമ്മ, അച്ഛൻ വയ്യാണ്ടിരിക്കുകയാണെന്ന് എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും ഇങ്ങനെ പറയണമെന്നുണ്ട്. അവർ ഇതിനു മുമ്പ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് എല്ലാ കാലത്തും ഇങ്ങനെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുണ്ട്. പിന്നെ എന്തിനെക്കുറിച്ച് സംസാരിക്കണത്? ഇതിനു മുമ്പുള്ള റിലേഷൻഷിപ്പുകളെ കുറിച്ച് എന്തുദ്ദേശിക്കണത്? അല്ല, നിങ്ങളെന്ന് ആലോചിച്ചോക്കെ, നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണേ ഒരാളെ, നിങ്ങളുടെ ഇതിനു മുമ്പുള്ള ബന്ധങ്ങൾ എങ്ങനെയായിരുന്നു, എത്ര ആണുങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ. പിന്നെ ആളുകൾ പറയുകയാണ് നുണയാണ് പറഞ്ഞത്, ഫസ്റ്റ് മാരേജ് ലീഗൽ മാരേജ് ഇതിനു മുമ്പ് ഫസ്റ്റ് ലീഗലി മാരി ചെയ്യണത് ആദ്യമായിട്ട് ആരെ കൊല്ലം സുധീരെയാണ്, അത് നുണയാണ് പറഞ്ഞതെന്നൊക്കെ. അത് നുണയാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തെളിവായിട്ട് പുറത്ത് വരീൻ. അല്ലാണ്ട് അത് രേണുസുധീന് മറുപടി പറയണമെന്നുണ്ട്. നിങ്ങളൊരു പണി, ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ആയിട്ട് വരീൻ. രേണുസുധിയുടെ ഫസ്റ്റ് ലീഗൽ മാരേജ് കൊല്ലം സുധിയായിട്ടല്ല, ഇന്ന ആളായിട്ടാണ്. ഏതാ ഫസ്റ്റബിനോ ഏതാണെന്നറി ആ ചെങ്ങായി ആയിട്ടാണ് എന്നുള്ള രീതിയിൽ എന്നൊരു പണി, ആ ചെങ്ങായിയുടെ നിന്ന് ഒരു മാരേജ് സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിൽ അതായിട്ട് വരീൻ. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? അല്ലാണ്ട് ഇത് രേണുസുധി തന്നെ ഇതിന് ക്ലാരിഫിക്കേഷൻ തരണമെന്ന് എന്താ ഇത്ര നിർബന്ധം? പിന്നെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പറയാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു അവകാശമില്ലേ? എന്ത് പറയാനുള്ള അവകാശം പോലെ തന്നെ പറയാതിരിക്കാനുള്ള അവകാശമുണ്ട്, ഇല്ലേ? ഇല്ലേ? പിന്നെ എന്ത് ഊള പരിപാടികൾ കാണിക്കുന്നത്? നിങ്ങൾ വിചാരിക്കണ സമയത്ത് നിങ്ങൾ വിചാരിക്കണ പോലെ മറുപടി കൊടുക്കണം എന്നാ എന്തുദ്ദേശിക്കുന്നത്? അപ്പം നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഒരാളെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത്. കുറേ ജന്തുക്കൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് ഉളകളാണ്! ഷിയോ. എന്തായാലും ബിഗ് ബോസിൽ രേണുസുതി ഒരു 90% ഉറപ്പിച്ച്, 90 എന്തായാലും വരും, അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ അനുവിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ അനു ഇല്ലേ, സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നു. അതോ അവാർഡ് പരിപാടിയിൽ എന്താ അനു തൊട്ടപ്പുറത്തുണ്ടായിരുന്നു എന്നോ. അപ്പോൾ അനുവിനോട് അനു ഹായ് ഹലോ എന്തോ പറഞ്ഞപ്പോൾ തിരിച്ച് അങ്ങനെ രീതിയിൽ കാണിച്ചുള്ളൂ എന്ന്, അങ്ങനെ എന്തൊരു സാധനം. ചെടോ, ഒരാളുടെ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് ആള് മോശക്കാരിയാണെങ്കിൽ ആള് ജാട കാണിച്ചു എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇനിയിപ്പോൾ അങ്ങനെ കാണിച്ചു വിചാരിക്കും, എന്താ പ്രശ്നം? എടോ, അവർ ആ സമയത്ത് വേറെ എന്തെങ്കിലും മാനസികാവസ്ഥയിലോ ടെൻഷനിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കണ മാതിരി ഒരു 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 ഹാപ്പിനെസ് അവർ മുഖത്ത് വരണം എന്നില്ല. അത് കിളി പാറിയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആളുകൾക്ക് അങ്ങനെ തോന്നും. നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല? ചില വെക്കില്ല എന്താ ജാട അവളുടെ എന്നൊക്കെ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നുണ്ടായിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ ജാടയായിട്ട് ഇരിക്കണമെന്നൊന്നാവില്ല, ആ സമയത്ത് നിങ്ങൾ വേറെ വല്ല സങ്കടത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ആയിക്കോട്ടെ, മെഷീനൊന്നല്ല, നമ്മൾ മരം കൊണ്ടുണ്ടാക്കിയൊന്നല്ലോ നമ്മളെ. നമുക്ക് ഫീലിങ്സ് ഇമോഷൻസ് ഇല്ലേ? അപ്പോൾ വേറെ എന്തെങ്കിലും ആലോചിച്ചിട്ടോ എങ്ങനെ കാര്യത്തിലോ
എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ അങ്ങനെ പെരുമാറിയിട്ടുണ്ട്. നമുക്ക് ചില സമയത്തില്ലേ തോന്നിയിട്ടില്ലേ, ഒരാളെ പാസ് ചെയ്ത് നമ്മൾ പോയിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ അയാളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും, ജസ്റ്റ് നോക്കിയിട്ടുണ്ടാവും. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ കിളി പറയിട്ട് നിൽക്കണ്ടായിരിക്കുക. അത് മനുഷ്യരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങളിതൊരു വലിയ സീരിയസ് ആയിട്ട് എടുക്കണോണ്ടാണ് ഈ പ്രശ്നം. ഇതിന് വളരെ ലൈറ്റായിട്ട് എടുത്ത് നോക്കി. എന്താ ഇത്ര വിഷയം? ഇനി എന്താ അനു ബിഗ് ബോസിൽ വരുന്നുണ്ട്, വരട്ടെ, അതിന് വന്ന പ്രശ്നം. ആൾക്കാർ ഇപ്പം തന്നെ എന്താ സദാചാരക്കാർ വന്നിട്ടേ, സദാചാരക്കാർ. അതേപോലെ കോടതിയാണ്, ഓരോ യൂട്യൂബ് ചാനലിലുള്ള ആളുകൾ ഓരോ കോടതിയാണ്. ഇവരാണ് പറയും എന്തുകൊണ്ട് ആളത് അങ്ങനെ ചെയ്യണില്ല, മറ്റേ ചെയ്യില്ല, മറുപടി കൊടുക്കണില്ല, അപ്പോൾ അതിലെന്തോ ടൈപ്പുണ്ട്. ടൈപ്പുണ്ട് എന്തേ? പക്ഷെ എന്തൊക്കെയാണത്? അവർക്ക് ഈ പറയുന്ന ഒരുത്തിനും ചിലവിന് കൊടുക്കണില്ല. പിന്നെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ പറയുന്ന പോലെ അവർക്ക് ജീവിക്കാൻ തീരെ സമ്മതിക്കാത്ത രീതിയിൽ പലരും ആരെങ്കിലും ഇടപെടുകയാണെങ്കിൽ നിയമപരമായ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നൊക്കെ. ഒന്നും ആക്രമിച്ചുകൊണ്ടേ ഇരിക്കണം, അങ്ങനെ ഇങ്ങനെ ഇത്രത്തോളം സൈബർ ബുള്ളിങ് നേരിട്ടിട്ടും അവർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ സമ്മതിക്കണം അവർ. രേണുസുധീനല്ല, ആരായാലും ഇത്രയും സൈബർ ബുള്ളിങ് നേരിട്ടിട്ട് ഇപ്പോഴും അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്നില്ല. ഒരു കാര്യം വെച്ചേക്കണം, അവരൊരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും പ്രാക്ടിക്കലി അവരിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. ഒക്കെ ഈ ഓൺലൈൻ മീഡിയയിൽ, സോഷ്യൽ മീഡിയയിൽ കടന്നുള്ള കളിയാണ് സദാചാരക്കാർ. എന്താ ഈ പറയുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഇവരൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ഡീസൻറ്റ് മനുഷ്യരാണല്ലോ. ഞാൻ പേരെടുത്ത് പറയില്ല. ഇതിൽ ചില ആൾക്കാർ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ടീംസ് അതിനെ വലിയ, അതായത് രേണുസുധിയിൽ ആക്ഷേപിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനേക്കാൾ വലിയ കൂറത്തനങ്ങൾ കാണിച്ച ടീംസാണ്. അവൾ ശരിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വിടുന്നത്. എന്താണ് എന്താ ഉദ്ദേശിക്കണേ? അവർക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല എന്നുള്ള ഒരു തോന്നലാണോ? അങ്ങനെയാണോ സംഭവം? അപ്പം എനിക്കിതിൽ ചിരി വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രേണുസുധി എന്തുകൊണ്ട് ഇതിന് മറുപടി പറയണില്ല എന്ന്. രേണുസുധി മറുപടി പറയണം, നിങ്ങളെന്തിനാണ് ഇങ്ങനെ വിരളി പിടിക്കണത്? രേണുസുധി മറുപടി പറയണതുകൊണ്ട് രേണുസുധിയുടെ അടുത്ത് ആൾക്കാർ ഒരു കാര്യം ചോദിക്കുന്നു, അത് പറയണോ അതിന് മറുപടി പറയണോ വേണ്ടത് അവരല്ലേ തീരുമാനിക്കേണ്ടത്, അല്ലേ? നിങ്ങളെന്തിനാ ഇത്ര വിരളി പിടിക്കണത്? അപ്പോൾ ഞാൻ ഈ അവസ്ഥ വെച്ചേക്ക് യൂട്യൂബേഴ്സൊക്കെ പലരും ഇങ്ങനെ അന്തം വിട്ട് രേണുസുധിന് മറുപടി പറയണ്ട നോക്കട്ടെ, അയ്യോ എന്താ മറുപടി പറയാത്തത്, അവൾക്ക് എന്താണ് അവൾ ഇതിനു മുമ്പ് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ എന്താ കുറച്ച് ഇതൊക്കെ. അയ്യോ, ഷഫീരാത്ത് ഈ ലെവലിലേക്ക് തരതാഴ്ന്ന് ഞാൻ വിചാരിച്ചു. ഷഫീരാത്തൊക്കെ ഇവിടെ ഇത് ഭയങ്കര റെസ്പെക്റ്റഡ് വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങളിത് ഭയങ്കര ബഹുമാനം തോന്നിയിരുന്നു. നിങ്ങൾ ഈ ഗോസിപ്പ് ലെവലിലേക്ക് ഇങ്ങനെ പോയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗോസിപ്പും പറയാ കുറച്ച് എന്നാലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങളിത് സദാചാരം വെച്ച് ഇങ്ങനെ വല്ലാണ്ട് കളിക്കരുത് പറയുള്ളൂ. എന്താ റിക്വസ്റ്റാണ്, എന്ത് കഷ്ടമാണ്. എന്തുകൊണ്ട് അവളതിന് മറുപടി പറയണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾ മെച്ചുവേർഡായതുകൊണ്ട്. പിന്നെ മറുപടി പറയണോ വേണ്ടതെന്ന് രണ്ട് രീതിയിൽ എടുക്കാം. അപ്പോൾ അവൾ പറയുന്നതിന് മറുപടി പറയണം, എനിക്ക് മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് മറുപടി പറഞ്ഞു വിചാരിക്കും. അത് അവളുടെ ബോൾഡ്നെസ് ആയിട്ട് പലരും എടുക്കും. അപ്പോൾ ചിലർ പറയും എന്നാലും അവൾ പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ, അത് കുട്ടികൾ ആലോചിക്കണ്ടേ എന്ന് പറഞ്ഞൊരു ടീം. അപ്പോൾ ഇതിന് തന്നെ രണ്ട് ചേരികളായി. ഓക്കെ, ഇനി അവളതിന് മറുപടി കൊടുക്കണില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് പറയും. പലരും പറയാം അതവളുടെ മെച്യൂരിറ്റിയാണ്, അവളുടെ കുട്ടികൾക്കൊരു മോശക്കേടാവുണ്ടായി വിചാരിച്ചിട്ട് പറഞ്ഞതാണെന്ന്. അപ്പോഴും വേറൊരു ടീം വരും, എന്താണ് അവളെന്തുകൊണ്ട് മറുപടി പറയണില്ല, അവളെങ്ങനെ. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അത് അവളുടെ അഹങ്കാരമല്ലേ, നികളിപ്പല്ലേ, ധിക്കാരമല്ലേ എന്നൊക്കെ. എന്ത് കഷ്ടമാണിത് ദൈവമേ. എന്ത് പ്രഹസനാണ് സജി. അവരവരുടെ രീതിയിൽ ജീവിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രാന്താവിടെ. ഞാൻ ആലോചിക്കുന്നത് രേണുസുധി ബിഗ് ബോസ് കയറിയിട്ടൊക്കെ ഇവിടെ എന്ത് ചെയ്യുക, ആൾക്കാർക്ക് ഇവിടെ ഒരു ചവി ഉണ്ടാവില്ല തോന്നുന്നത്. ഏതായാലും ബിഗ് ബോസിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ എന്നോട് ദേഷ്യം തോന്നിയുണ്ട്, എന്നെ ചീത്ത വിളിച്ചുകൊണ്ടോ എന്ത് പൊട്ടനാണ് അങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം പറഞ്ഞു, നിങ്ങൾക്ക് അഭിപ്രായമില്ല, അതേപോലെ എനിക്ക് അഭിപ്രായമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം സെയിം ആവണമെന്നുണ്ടോ? ഇല്ല. ചിലപ്പോൾ ഒരു പക്ഷേ എപ്പോഴെങ്കിലും വരുന്ന സമയത്ത് എൻ്റെ അഭിപ്രായങ്ങളിൽ മാറ്റം വരാം. കാരണം നമ്മൾ കാണണത് മാത്രമല്ലല്ലോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ, ഇതിൻ്റെ വലിയ എന്തെങ്കിലും കടികളുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായവും മാറാം. അല്ലാണ്ട് നിങ്ങൾ മൊത്തം പെർഫെക്റ്റായി കഴിഞ്ഞ ടീംസ് ഒന്നും ആരും വിചാരിക്കണ്ട. നമ്മളൊക്കെ മനുഷ്യരാണ്, ഇങ്ങനെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ചിന്തകളുടെ കുറവും കൂടുതലും ഒക്കെ സംഭവിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് മുന്നിൽ കാണുന്ന സാധനങ്ങളൊക്കെ ആകുമ്പോൾ ചിരി വരുന്നത് എന്താണ്, എന്തുകൊണ്ട് രേണുസുധി മറുപടി പറഞ്ഞില്ല എന്നൊക്കെ. രേണുസുധി മറുപടി പറയണ്ട, എന്താ അവർക്ക് തോന്നുമ്പോൾ മറുപടി പറയും, തോന്നുമ്പോൾ മറുപടി പറയില്ല. അപ്പോൾ നമ്മളാണോ തീരുമാനിക്കുന്നത് രേണുസുധി മറുപടി പറയണോ വേണ്ടേന്ന്?